ടൈഗർ റിസർവിലാണ്. ടൈഗറിന്റെ എണ്ണം കുറയുന്നതുകൊണ്ട് ടൈഗറിനെ സംരക്ഷിച്ചേ പറ്റൂ. ഒപ്പം എലിഫന്റ് റിസർവും കൂടാ. എലിഫന്റിനെ നമ്മൾ സംരക്ഷിക്കാം. അപ്പം നിങ്ങൾ നിൽക്കുന്നത് ടൈഗർ റിസർവ് ആൻഡ് എലിഫന്റ് റിസർവിലാണ്. എണ്ണം കുറഞ്ഞുകൊണ്ട് നമ്മൾ സംരക്ഷിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ ഒരു 11,000 ഇയേഴ്സിന് മുമ്പ് ഇതുപോലെ കുറേ ജീവികൾ ഭൂമിയിൽ ഉണ്ടായിരുന്നു. നമ്മുടെ പൂർവികരെ പോലും കാണാത്ത കുറേ ആളുകളുണ്ടായിരുന്നു. ഇതുപോലത്തെ കൺസർവേഷൻ ഒന്നും ഇല്ലാഞ്ഞുകൊണ്ടെല്ലാം തീർന്നു പോയി. ഇതല്ലേ ഇതിൽ ആരെങ്കിലും അറിയാവുന്നവരുണ്ടോ? പറഞ്ഞു കേട്ട് കണ്ടിട്ടുണ്ടല്ലേ? അത് 11,000 ഇയേഴ്സിന് മുമ്പ് മാമത്ത് ഉൾപ്പെടെ ഇങ്ങനെ കുറേ ആളുകളുണ്ടായിരുന്നു. എല്ലാം തീർന്നു പോയി. 1950 വരെ ഇങ്ങനെ കുറേ ആളുകളുണ്ടായിരുന്നു. അതും പോയി. ആ ഡോഡോ എവിടുന്നാ പോയേ? ഏതോ ഒരു ദ്വീപിന്നല്ലേ? എവിടുന്നാ? മഡഗാസ്കർ, മൗറീഷ്യസിൽ ഡോഡോ പോയി. ഡോഡോയ്ക്ക് നല്ല ടേസ്റ്റുള്ള മാംസമായിരുന്നു. പറന്നു പോകാൻ പാടായിരുന്നു. ആൾക്കാർ പിടിച്ച് കഴിച്ച് ഡോഡോ തീരുന്ന അനുസരിച്ച് ഒരു മരത്തിന്റെ എണ്ണവും കുറഞ്ഞുകൊണ്ടേയിരുന്നു. കിട്ടുന്നുണ്ട്. കൽവേരിയ മേജർ ആ മരത്തിന്റെ പേര് എന്തുകൊണ്ടായിരുന്നു? അത് വിത്ത് മുളയ്ക്കുള്ളൂ. ഡോഡോ അതിന്റെ പഴം കഴിച്ചിട്ട് അതിന്റെ കാഷ്ടത്തിൽ നിന്ന് വിത്ത് വീണാൽ മാത്രമേ ആ മരം കിളിർക്കുള്ളായിരുന്നു. അങ്ങനെ ഡോഡോ തീർന്നു, ആ മരവും തീർന്നു. അതാണ് ഏതൊരു ജീവി ഭൂമിയിൽ നിന്ന് പോയാലും അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കും നഷ്ടങ്ങളുണ്ടാവും. ഇന്ന് നമ്മളിവരെ എല്ലാം സംരക്ഷിക്കും. ഇതുപോലൊക്കെ കുറേ കോക, ഇതുകൊണ്ട് ഹോഴ്സ്, സീബ്രയും കൂടി ചേർന്ന ഒരു ആനിമല്, എലിഫന്റ് ബേർഡ് ഏറ്റവും വലിയ പക്ഷിയായിരുന്നു. ഇതെല്ലാം 1950 മുമ്പ് തന്നെ എല്ലാവരും തീർന്നു പോയി. ഇപ്പോൾ ഒന്നുമില്ല. ഈ പ്രസന്റിൽ ഇങ്ങനെ കുറച്ച് ആനിമൽസ് ഉണ്ട്. അതിൽ നീലത്തെമ്മുകളുണ്ട്, കാണ്ടാമൃഗമുണ്ട്, മൗണ്ടൻ ഗൊറില്ലയൊക്കെ ഉണ്ട്. അതിന് നമ്മളിപ്പം ടൈഗറെ സംരക്ഷിക്കുന്ന പോലെ തന്നെ ഓരോ സ്ഥലങ്ങളിൽ ഇവരെ സംരക്ഷിക്കാനുണ്ട്. ഇനി ഭൂമിയിൽ നിന്ന് ഒരു ജീവികളും എനിക്ക് എക്സ്റ്റൻഷൻ ആകാൻ പാടില്ല. ഇന്ത്യൻ ചീറ്റ എക്സ്റ്റെൻഡ് ആയി. ഇതേണ്ട അവിടെ ഉണ്ട് ഇന്ത്യൻ ചീറ്റ. അങ്ങനെയാണ് നമ്മൾ പ്രധാനമന്ത്രി ചീറ്റയെ വേറെ കൊണ്ടുവന്ന് ഇവിടെ സെറ്റപ്പ് ആക്കുന്നുണ്ട്. അത് ഇന്ത്യൻ ചീറ്റ പോയി. ബാക്കി ചീറ്റ ഉണ്ടല്ലോ, ലോകത്തിൽ ചീറ്റ ഉണ്ട്, ആഫ്രിക്കയിലൊക്കെ ചീറ്റ ഉണ്ട്. നമ്മുടെ ചീറ്റ പിന്നെ ഇതിനകത്ത് ഇത് പറഞ്ഞാലോ നമ്മുടെ ഒറിജിൻ. ഈ ഒരു ക്യാബിനിൽ ഫോട്ടോസ് ഫുള്ള് പെരിയാറിലാണ്. ഇപ്പൊ നമ്മൾ കണ്ടത് ഫുള്ള് നമ്മൾ മൊത്തം കറങ്ങി വന്നു. ഇത് നമ്മളെപ്പോഴും പശ്ചിമഘട്ടം എന്ന് കേൾക്കുന്നതാണല്ലേ? പശ്ചിമഘട്ടം നമ്മൾ ശരിക്കും ഇടുക്കിക്കാർക്ക് പശ്ചിമഘട്ടം പ്രധാനപ്പെട്ടതാണ്. എവിടെ മുതൽ എവിടെ വരെയാ പശ്ചിമഘട്ടം? ഗുജറാത്ത് ടു കന്യാകുമാരി. ഞാൻ ഇത് ചാർട്ട് കാണിക്കാൻ മറന്നു പോകാതിരിക്കും. എന്തുണ്ടോ, ഗുജറാത്തിലെ തപ്തി നദിയുടെ തീരം മുതൽ ഇങ്ങനെ നാഗർകോവിൽ വരെ 1490 കിലോമീറ്റർ നീളുന്ന ഒരൊറ്റ മലനിരയാണ് വെസ്റ്റേൺ ഘാട്ട്. നമ്മുടെ കാലാവസ്ഥയൊക്കെ അവരാണ് നിയന്ത്രിക്കുന്നത്. അവിടെ പാലക്കാട് മാത്രം ഒരു ഗ്യാപ്പുള്ള ബാക്കി ഫുൾ. അതിൽ ഏറ്റവും ബയോഡൈവേഴ്സിറ്റിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പോർഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പെരിയാർ ടൈഗർ റിസർവ്. ഇവിടെ ഇതാണ് മുല്ലപ്പെരിയാർ ഡാം. മുമ്പൊക്കെ ഡാം സൈറ്റിന് ഏകദേശം അടുത്ത് വരെ ബോട്ടിൽ പോകാമായിരുന്നു. ബോട്ട് തിരിക്കുമായിരുന്നു, ഡാം കാണുകയും ചെയ്യുന്നു. ഇപ്പം ഒന്ന് തമിഴ്നാട് കേരള തമ്മിലൊരു ഇഷ്യൂ ഉണ്ടെന്ന് അറിയാലോ, ഉണ്ട്. അത് ഒന്ന് പ്രശ്നം. പിന്നെ വന്നിട്ട് ബലക്ഷയത്തിന്റെ പ്രശ്നം. 1895 പണിത ഡാമാണ്. എന്തൊക്കെ ചേർത്ത പണിത്? സിമെന്റ് ഇല്ലാത്ത കാലത്ത് ചുണ്ണാമ്പ്, ശർക്കരയൊക്കെ ചേർത്ത് സുർക്കി മിശ്രിതം കൊണ്ട് പണിത ഡാമാണ്. അതിന്റെ ബലക്ഷയം പറയുന്നുണ്ട് 50 വർഷം കഴിഞ്ഞപ്പോൾ 110 വർഷവും കഴിഞ്ഞിരിക്കുന്ന ഡാമാണ്. ഈ ഡാം ഇങ്ങനെ ഉണ്ടായപ്പോൾ കിട്ടിയ ലേക്കാണ് പെരിയാർ ലേക്ക്. ഇതെല്ലാം നമ്മുടെ ലാൻഡ്സ്കേപ്പാണ്. മംഗളാദേവി ഉൾപ്പെടെയുള്ള ഗവി, സത്രം എല്ലാം നമ്മുടെ ഏരിയ ആണ്. ഇതുപോലുള്ള കനോപ്പി, ഇതുപോലുള്ള ഇതിനടിയിൽ ചെന്നാൽ നമ്മൾ ഫസ്റ്റ് ക്യാബിനിൽ കയറിയ ഒരു ഫീൽ ആയിരിക്കും. ഇതുണ്ടോ, ഇത് കനോപ്പി മൊത്തം കവർ ചെയ്തിരിക്കും. സൂര്യപ്രകാശം എല്ലാം മാർഗ്ഗമില്ലല്ലോ, എന്താണ്. പക്ഷേ നിങ്ങളെ ട്രക്കിങ്ങിന് കൊണ്ടുപോയത് ഏകദേശം ഇതൊക്കെ നമ്മുടെ ഒരു ഇതുപോലുള്ള സ്ഥലത്തൂടെ കൊണ്ടുപോയുള്ളൂ ആയിരിക്കും അല്ലേ? അതായത് നിങ്ങളെ ഇത്തിരി ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ. കാരണം എല്ലാ ആനിമൽസും നിറയെ നമുക്ക് ഇവിടെ ഉണ്ട്, എപ്പോഴും അവരും ഉണ്ട്. പക്ഷെ പിന്നെ കാട്ടിനുള്ളിൽ ഞങ്ങൾ പോയിട്ട് എല്ലാം കണ്ടോ? ട്രക്കിങ്ങിന് പോയപ്പോ ചിലപ്പോൾ കടുവ നിങ്ങളെ കണ്ടു കാണും. സംശയമില്ല. ആ കാട്ടിനുള്ളിൽ എന്നിട്ട് ഏതെങ്കിലും ആനിമൽസിനെ എന്തിനെങ്കിലും കാണാൻ വളരെ ആകാംക്ഷയോടെ, വളരെ ശ്രദ്ധയോടെ, അത്ഭുതത്തോടെ ഒക്കെ നോക്കിയാലേ എന്തിനേലും കാണാൻ പറ്റുള്ളൂ. ചിലപ്പോൾ കടുവയോ അല്ല ഒരു ആനിമൽസും നിങ്ങൾ കണ്ടോട്ടെ എന്നും കൊണ്ട് വന്ന് നിന്ന് തരത്തില്ല. അവരവരുടെ വഴിയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കും. അവരുടെ വഴിയിൽ നമ്മൾ തടസ്സം തോന്നിയാൽ മാത്രമേ അവർ നമ്മളെ ഉപദ്രവിക്കാനായിട്ട് പറ്റും. ചിലപ്പോൾ അവരൊക്കെ നിങ്ങളെ കണ്ടിട്ടുണ്ടാവാം. പിന്നെ നിങ്ങൾ വലിയൊരു ഗ്രൂപ്പ് ആയതുകൊണ്ട് ഒച്ചയും ബഹളമൊക്കെ വെച്ച് കഴിഞ്ഞാൽ അല്ലെ കാട്ടിനുള്ളിൽ പോകുമ്പോൾ ഒരു പെർഫ്യൂം സോപ്പ് പോലും ഉപയോഗിക്കാതെ വേണം പോകാൻ. സ്മെല്ലൊക്കെ അവർക്ക് പെട്ടെന്ന് കിട്ടും. അതുകൊണ്ട് അങ്ങനെയാണ് സാധാരണ കാണാൻ വേണ്ടി പോകുന്നവർ. നിങ്ങളൊരു ഗ്രൂപ്പായിട്ട് പോയതുകൊണ്ട് ചിലപ്പം അവർ അപ്പം തന്നെ എവിടുന്നേലൊക്കെ മാറി പോയി കാണും. ഇതെല്ലാം നമ്മുടെ ആളുകളാണ്. ഇതെല്ലാം ആനയും കടുവയും കാട്ടുപോത്തും മ്ലാവും കേഴിയും കരടിയും പുലിയും കരിമ്പുലിയും
പുലി, കരിമ്പുലി, ചെന്നായ, കരിമ്പുലി ഉണ്ടാവും. ഉണ്ടുണ്ട്, കരിമ്പുലി ഉണ്ട്. കഴിഞ്ഞ ദിവസം നല്ലൊരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. പിന്നെ ചെന്നായ, അതാണ് മൗസ് ഡിയർ, മാൻവർഗത്തിലെ ഏറ്റവും ചെറുതാണ്, പൂരമാനുണ്ടോ ആ ഫോട്ടോ ഉണ്ടാവും, മൗസ് ഡിയർ. അത് പിന്നെ ഇത് ജൈൻസ്കുള്ള, ഇതാണ് മരപ്പെട്ടി, പാംസിമേറ്റ മരപ്പെട്ടി. മരപ്പെട്ടി ഉണ്ട്, വെരുകുണ്ട്. വെരുക് സിവറ്റ് ക്യാറ്റ്. വെരുക എന്ന് പറയുന്നത് നമ്മൾ സിവറ്റ് കോഫി കേട്ടിട്ടില്ല, ഏറ്റവും വില കൂടിയ കോഫി. അതിന്റെ വേസ്റ്റ് എടുക്കുന്ന വറുത്ത് പൊടിച്ചെടുക്കുന്നത്. അതായത് സിവറ്റ് വെരുക കാപ്പിപ്പഴം നിന്നിട്ട് അതിന്റെ കാഷ്ടത്തിൽ നിന്ന് വീഴുന്ന വിത്തിനെ എടുത്ത് വറുത്ത് പൊടിച്ചെടുക്കും.